ഇസ്രയേലിനെ ആക്രമിക്കാനായി ഇറാൻ ഹമാസിന് വലിയ തുക വാഗ്ദാനം ചെയ്തു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അത് എത്രയാണ്, അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ? അത് $500 മില്യൺ ഒരു സഹായം നൽകി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. അപ്പോൾ അവർ ഇസ്രയേൽ ഡിഫൻസ് മിനിസ്റ്ററായ ഇസ്രയേൽ കാറ്റ്സ് ആണ് ഈ വിവരം ഔദ്യോഗികമായി തന്നെ പുറത്തേക്ക് വിട്ടത്. അതായത് ഗസയിൽ ഗസയോടെ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകരുത്, ഇതിനു വേണ്ടിയിട്ട് ഹമാസിൻ്റെ നേതാക്കളുടെ ബങ്കറുകളൊക്കെ ഇവർ പരിശോധിച്ചപ്പോൾ കുറച്ച് രേഖകൾ കിട്ടി. ഈ രേഖകളൊക്കെ പരിശോധിച്ചപ്പോഴാണ്, ട്രാൻസ്ക്രിപ്റ്റ് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ വിവരങ്ങൾ മനസ്സിലായത്. അപ്പം ഇവർ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇറാൻ കുറച്ച് സഹായങ്ങൾ ചെയ്യുന്നു. ഇറാനുമായിട്ട് ഹമാസ് നേതാക്കൾക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. ഇപ്പം ഹമാസിൻ്റെ നേതാക്കൾ നമ്മൾ പറയുന്ന യഹ്യ സിൻവർ, അതുപോലെ മുഹമ്മദ് ദെയ്ഫ്, ഇവർ തമ്മിൽ നടത്തിയ സംഭാഷണങ്ങളുടെ അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകളുടെയൊക്കെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. ഈ വിവരങ്ങളൊക്കെ കിട്ടിയതോടുകൂടിയാണ് ഇറാനാണ് പരോക്ഷമായി തന്നെ ഹമാസിനെല്ലാം സഹായം ചെയ്തു കൊടുത്തതെന്നാണ് ഇപ്പോൾ ഇസ്രയേൽ കാറ്റ്സ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പറച്ചിലെന്ന് പറയുന്നത് US-നെതിരായ ഒരു പോരാട്ടം, അല്ലെ US-നെതിരായിട്ടാണ് ഞങ്ങൾ നിലപാടെടുക്കുന്നത്, ഇസ്രായേലിനെതിരായിട്ടാണ് നിലപാടെടുക്കുന്നത്, ഇതൊക്കെ തന്നെയാണ് ഹമാസ് പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് സാമ്പത്തിക സഹായം വേണം, ഞങ്ങൾ അവരെ ആക്രമിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ 500 മില്യൻ്റെ സാമ്പത്തിക സഹായം വേണമെന്ന് ഈ ഖുദ്സ് ഫോഴ്സ് കമാൻഡറായ ഖാസിം സുലൈമാനിയുടെ അടുത്താണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ എങ്ങനെയാണ് ആക്രമിക്കുന്നതെന്നോ എപ്പോഴാണ് ആക്രമിക്കുന്നതെന്നോ അതിൻ്റെ വിശദമായ വിവരങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പോൾ പകരം ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു, അതിന് വേണ്ടിയിട്ട് സഹായിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ശരി എന്നുള്ള രീതിയിൽ അവർ പറയുന്നു. അപ്പം റവല്യൂഷണറി ഗാർഡിൻ്റെ പാലസ്തീൻ കോറിൻ്റെ തലവൻ ഈ കാര്യങ്ങളൊക്കെ വെച്ച് ഈ ഇസാദി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം ഈ അഭ്യർത്ഥനയൊക്കെ അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഇറാന് ഹമാസിൻ്റെ പ്രാഥമിക സ്പോൺസറായിട്ട് ഇപ്പോഴും നിലകൊള്ളുകയാണ്. മാത്രമല്ല ഇറാന് ഈ മിഡിൽ ഈസ്റ്റിൽ അവരുടെ ഈ പ്രോക്സികൾക്കൊക്കെ ഇപ്പോഴും പിന്തുണ നൽകുന്നുണ്ട്, അവരാണ് സഹായിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഗസ, അതുപോലെ ലെബനൻ, സിറിയ, സമരിയ തുടങ്ങിയ മേഖലകളിലൊക്കെ ശക്തമായ സാന്നിധ്യം ഇപ്പോഴും അവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇറാൻ്റെ പിന്തുണ കിട്ടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലൊരു പിന്തുണ കിട്ടുകയാണെങ്കിൽ, ഭീകര ഗ്രൂപ്പുകൾക്ക് ധനസഹായം ചെയ്യുകയാണെങ്കിൽ ഹമാസ് ഇപ്പോഴും ശക്തമാണെന്ന് അർത്ഥമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹമാസിനെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കണം, ഹമാസിനെ ഇല്ലാതാക്കണം. ഇത് അമേരിക്കയുടെയും ലക്ഷ്യമാണ്, ഒപ്പം ഇസ്രയേലിൻ്റെയും ലക്ഷ്യമാണ്. ഈ രണ്ട് കൂട്ടരും കൂടെ എങ്ങനെ മുന്നോട്ട് പോകും? നമുക്കറിയാം, ഈ ഹമാസ് ഉൾപ്പെടെ, ഹിസ്ബുള്ള ഉൾപ്പെടെ, ഹൂത്തികൾ ഉൾപ്പെടെ ഉള്ളവർക്കെല്ലാം സഹായം ചെയ്യുന്നത് ഇറാനാണ്. അതുപോലെ ഇറാഖിലെയും അതുപോലെ സിറിയയിലെയും വിമത ഗ്രൂപ്പുകൾക്കും അവർ സാമ്പത്തിക സഹായം ചെയ്തു. എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇവർ തിരിച്ച് സഹായിക്കുമെന്നാണ്. പക്ഷെ അമേരിക്ക ഇവരെയൊക്കെ കയറി അറ്റാക്ക് ചെയ്യുന്നു, ഇസ്രയേലിന് പിന്തുണ കൊടുക്കുന്നു. ഇതോടുകൂടി ഈ ഹൂത്തികൾ, അതുപോലെ തന്നെ ഹമാസ്, ഹിസ്ബുള്ള, ഇതൊക്കെ തന്നെ ഏതാണ്ട് വേരറ്റു പോവുകയാണ്. അതുകൊണ്ട് അവർക്ക് നിലനിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അതായത് ഈ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പുതിയ ആക്രമണത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് ഇസ്രായേൽ നേരിട്ട് അഭിപ്രായ പ്രകടനം പോലും നടത്തിയിട്ടില്ല. അതായത് വടക്ക് നിന്നുള്ള ആക്രമണം തടയേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഒക്കെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇറാന്റെ പിന്തുണയുള്ള ലെബനൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ ഹിസ്ബുള്ള എന്ന സായുധ സേനയെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ആക്രമണങ്ങൾ എന്നാണല്ലോ പൊതുവെ കരുതപ്പെടുന്നത്. ഹിസ്ബുള്ള ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തി വഴി ആക്രമണം തുടങ്ങുമെന്ന ഒരു ഘട്ടത്തിൽ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ ലെബനനും സിറിയയും ഇസ്രായേലിന്റെ വടക്കൻ മേഖലയുമായി അതിർത്തി പങ്കിടുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി നിലനിൽക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഹിസ്ബുള്ളയും ഇസ്രായേലും വെടിവയ്പ് നടത്തിയെങ്കിലും ഹിസ്ബുള്ള ഇതുവരെ യുദ്ധത്തിന്റെ ഭാഗമായിട്ടില്ല എന്നുള്ളതും ഈ അവസരത്തിൽ അത് ശ്രദ്ധിക്കപ്പെടുന്നു. അപ്പോൾ ഈ വടക്കൻ ഗസയിലേക്ക് ഇപ്പോഴും ആക്രമണം ഇസ്രായേൽ നടത്തുന്നു. കാരണം എന്താ വെച്ചാൽ അവിടെ നിന്ന് ഹമാസിനെ ഒഴിപ്പിക്കണം, എന്നേക്കുമായിട്ട് ഹമാസിനെ ഇല്ലാതാക്കണം. കാരണം ഇവരവിടെ നിൽക്കുന്നത് എപ്പോഴും ഭീഷണിയാണ്. ഇപ്പൊ ഇസ്രായേലിന് നേരെ ഹമാസ് 10 റോക്കറ്റുകൾ വിട്ടു. ഈ റോക്കറ്റ് വിട്ടതോടുകൂടിയാണ് ഇവർ വീണ്ടും വടക്കൻ ഗസയെ ലക്ഷ്യമാക്കിയിട്ട് ആക്രമണം തുടരുന്നത്. അപ്പോൾ ഈ ആക്രമണം എന്ന് പറയുന്നത് കഴിഞ്ഞ 2024 ഒക്ടോബറിന് ശേഷം ഹമാസ് നടത്തിയ അറ്റാക്കിന് ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമായിട്ട് കരുതുന്നു. അപ്പോൾ ഇനി നോക്കാനൊന്നുമില്ല, ഇനി ഞങ്ങൾക്കൊന്നും നോക്കാനില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ തുടർച്ചയായിട്ട് ആക്രമണം നടത്തുന്നത്. അതേ സമയത്ത് തന്നെ അമേരിക്ക ഹൂത്തികൾക്കെതിരെ ആക്രമണം നടത്തുന്നു. അപ്പോൾ ഹൂത്തികൾ ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകളെ ആക്രമിക്കുന്നു, അമേരിക്കയെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഇനി അമേരിക്ക പറയുന്നു ഈ ഹൂത്തികൾക്ക് ഇത്രയും സഹായം നൽകുന്നത് ഇറാനാണ്, അല്ലെങ്കിൽ ഇവർക്ക് ഈ യുദ്ധം ചെയ്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറയുകയാണ്, ഇറാൻ നിങ്ങൾ ഒന്നുകിൽ ഈ സഹായം ചെയ്യുന്നത് നിർത്തണം, അതല്ല എങ്കിൽ ഹൂത്തികളെ പൂർണ്ണമായും തീർത്ത് കളഞ്ഞിട്ട് ഞങ്ങൾ ഇറാനെ അറ്റാക്ക് ചെയ്യും എന്ന് വെച്ചാൽ ഇറാനിൽ ബോംബിടുമെന്ന് തന്നെ പറയുന്നു. അപ്പൊ നിങ്ങൾക്ക് അണുവായുധ ശേഷിയുണ്ടോ, ആണവായുധങ്ങൾ നിർമ്മിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇനി ഞങ്ങൾ പരിഗണിക്കില്ല, നിങ്ങൾക്കെതിരെ ഏത് നിമിഷവും ശക്തമായ ആക്രമണം ഞങ്ങൾ നടത്തും. മാത്രമല്ല ഈ മധ്യ ഗസയിലേക്ക് റോക്കറ്റ് ലോഞ്ചറൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടുള്ള ആക്രമണത്തിലേക്കാണ് ഇപ്പം ഇസ്രയേൽ പോകുന്നത്. എന്നിട്ട് അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ഒഴിഞ്ഞു പോകണം, ഞങ്ങൾ ഇവിടെ ആക്രമിക്കാൻ പോവുകയാണ്. കാരണം ഈ ഹമാസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെയുള്ള ജനങ്ങളെ ഒപ്പം നിർത്തിയിട്ട് അവരെ ഒരു കവചമാക്കി വെച്ചുകൊണ്ട് ഈ ഇസ്രായേലിനെ ആക്രമിക്കുകയാണ്. ഇനി ഞങ്ങളത് അനുവദിക്കില്ല എന്ന് അവർ തീർത്തു പറയുന്നുണ്ട്. മാത്രമല്ല ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി, അതുപോലെ സിറിയയിലെയും ഇറാഖിലെയും വിമത തീവ്രവാദ സംഘടനകൾ ഇവരെ ഒന്നും ഞങ്ങൾ ഇനി വെച്ചു പൊറപ്പിക്കില്ല എന്നാണ്
ഇസ്രയേൽ പറഞ്ഞു വെക്കുന്നതിൻ്റെ ഒരർത്ഥം. അപ്പം ഒക്ടോബർ 7-ന് ഈ ഹമാസിന്റെ ഭീകരർ ഇസ്രയേലിലേക്ക് പറന്നിറങ്ങി, അതുപോലെ തന്നെ വേലിക്കെട്ടുകളൊക്കെ തകർത്തെറിഞ്ഞിട്ടാണ് ആക്രമണം നടത്തിയത്. അന്ന് 5000-ഓളം പേർ ഹമാസ് ഭീകരവാദികളുണ്ട്. ഇത്രയും പേർ ഇവിടെ വരണമെങ്കിൽ ഇവർക്ക് പൈസ കൊടുക്കണ്ടേ? അപ്പൊ ആ സാമ്പത്തിക സഹായമാണ് ഇവർ ഈ പറയുന്ന ഇറാനോട് ചോദിച്ചത്. ഈ ചരിത്രപരമായി ഇസ്രായേലിനെയും പശ്ചിമേഷ്യയിലെ പാശ്ചാത്യ ശക്തികളെയും എതിർത്തുകൊണ്ടാണല്ലോ 1982 കാലത്ത് ഹിസ്ബുള്ള രൂപം കൊണ്ടത്. അതായത് ഇതിനു പുറമെ റഷ്യയും ഇറാനും ആഭ്യന്തര യുദ്ധകാലത്ത് അയൽരാജ്യമായ സിറിയയിലെ പ്രസിഡന്റ് ബാഷർ അൽ ആസാദിന്റെ ഭരണകൂടത്തെയൊക്കെ പിന്തുണച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹിസ്ബുള്ളയ്ക്ക് ഇറാന്റെ പിന്തുണയും ലഭിച്ചിട്ടുണ്ട്. 1979 മുതൽ രാജ്യത്ത് നിലനിന്നിരുന്ന പൗരോഹിത്യ മാതൃകയിൽ നിന്നാണ് ഈ ഗ്രൂപ്പിനൊക്കെ പ്രചോദനം ലഭിച്ചു വന്നത്. ഹിസ്ബുള്ളയും ഒരു ഷിയ സംഘടനയാണല്ലോ. സ്വാഭാവികമായി ഇവർക്കുള്ള ഇറാന്റെ പിന്തുണ പശ്ചിമേഷ്യയിലെ 2 പ്രധാന ശക്തികളായ സുന്നി മുസ്ലിം ആധിപത്യമുള്ള സൗദി അറേബ്യയും ഷിയ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഇറാനും തമ്മിലുള്ള വൈര്യത്തെയും പ്രതിഫലിപ്പിക്കുന്നത്. അതെ, അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പൊ ഈ ഗസ എന്ന് പറയുന്ന സ്ഥലം എന്തായാലും ഞങ്ങൾ മോചിപ്പിക്കണം, ഗസ ഞങ്ങൾക്ക് വേണമെന്ന് അമേരിക്ക പറയുന്നുണ്ട്. ഒപ്പം ഇസ്രായേൽ പറയുന്നുണ്ട് ഈ ഗസയുടെ പൂർണ്ണ നിയന്ത്രണം ഞങ്ങളാണ് ഏറ്റെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇസ്രായേലിന് പിന്തുണ നൽകാനായിട്ട് അമേരിക്ക രംഗത്ത് വരുന്നു. അപ്പൊ യുദ്ധാനന്തരം ഗസയുടെ നിയന്ത്രണം പൂർണ്ണമായിട്ടും ഇസ്രായേലിന്റെ കയ്യിലായിരിക്കും. അപ്പൊ പിന്നെ അവിടെ പാലസ്തീൻകാരുണ്ടാവില്ല. ഈ പാലസ്തീൻകാര് ജോർദാനിലേക്കോ ഈജിപ്തിലേക്കോ പോകണം. ഇതാണ് ട്രംപ് നേരത്തെ പറഞ്ഞത്. ഇതിനെ നെതന്യാഹു പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പൊ ഹമാസിന്റെ നിരായുധീകരണവും അതുപോലെ പൂർണ്ണ പരാജയവും ഉറപ്പുവരുത്തുന്നത് വരെ ഞങ്ങൾ ആക്രമണം തുടരും. ഇതാണ് ഇസ്രായേൽ പറയുന്നത്. അപ്പൊ ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിലെത്തുകയും ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. അവിടെയും ഈ കാര്യങ്ങളൊക്കെ ചർച്ചാ വിഷയമായി മാറി. എന്നിട്ട് അവിടെ നിന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിലവിൽ അവിടെയുള്ള ഹമാസ് നേതാക്കൾക്ക് രാജ്യം വിട്ടുപോകാൻ ഞങ്ങൾ അനുമതി നൽകാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജീവനും കൊണ്ട് ഇവിടുന്ന് ഓടാം. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ എന്തൊടുക്കണം, ഇസ്രായേലിന്റെ അടുത്ത് മാപ്പ് പറഞ്ഞ് ചെയ്തതൊക്കെ തെറ്റാണെന്ന് പറയണം. ഇത് പറയുക എന്ന് പറഞ്ഞാൽ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുടെ വേരിറക്കുക എന്നാണ്. അതെ, അവർക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. മാത്രമല്ല ഇപ്പൊ ഈ ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് ഇറാനാണ് സാമ്പത്തിക സഹായം നൽകിയത് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഇത് ഞങ്ങൾ ആദ്യമായിട്ട് ഒരു പൊതു വെളിപ്പെടുത്തൽ നടത്തുകയാണ്. മാത്രമല്ല ഇതിന്റെ ഇന്റലിജൻസ് രേഖയാണ് ഞങ്ങൾ പുറത്തുവിടുന്നത്. അപ്പൊ ഹമാസിന്റെ നേതാക്കൾ ബങ്കറിൽ ഒളിച്ചിരുന്നുകൊണ്ട് യാഹിയ സിൻവറുമായിട്ടും മുഹമ്മദ് ദെയ്ഫുമായിട്ടും ചർച്ച നടത്തി. ഇതിന്റെ രേഖകൾ, അതായത് പൈസ കൈമാറിയതിന്റെ രേഖകൾ, കവറുകൾ, ഇതൊക്കെ തന്നെ ഈ യാഹിയ സിൻവർ അയാൾ ഒളിച്ചിരുന്ന ബങ്കറിൽ കൊണ്ടുവച്ചിരുന്നു. ഈ ബങ്കറിൽ നിന്നാണ് ഇപ്പം ഇസ്രായേൽ തെളിവ് കിട്ടിയത്. ഇതോടുകൂടി അവർ ഭയങ്കരമായിട്ട് തകർന്നു. അപ്പൊ ഹമാസിന് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇസ്രായേൽ വടക്കൻ ഗാസയിൽ തുടർച്ചയായി ആക്രമണം നടത്തുന്നതോടുകൂടി ഇവർക്ക് ഒരു എന്താ പറയുക കീഴടങ്ങൽ അല്ലെങ്കിൽ വെടിനിർത്തൽ ഇതിന് തയ്യാറായേ പറ്റൂ. ഇപ്പൊ അവർ പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾ പിടിച്ചെടുത്ത ബന്ദികളെ കൂടെ വിട്ടുതരാം, നമുക്ക് തൽക്കാലമായി യുദ്ധം നിർത്തിവെക്കാം. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വേറൊന്നെന്ന് പറഞ്ഞാൽ സിറിയ ഇസ്രായേൽ, അതായത് ഇസ്രായേൽ നിലവിൽ വന്ന 1948 മുതൽ മറ്റ് അറബ് രാജ്യങ്ങൾക്കൊപ്പം സിറിയയും ഇസ്രായേലിനെ എതിർത്തിരുന്നു. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതായത് ഇസ്രായേലിന്റെ സാന്നിധ്യവും അധിനിവേശവും പലസ്തീൻ അറബ് താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. സിറിയയുടെ അധികാര പരിധിയിലുണ്ടായിരുന്ന ഗോലാൻ കുന്നുകളെ ഇസ്രായേൽ അധിനിവേശത്തിലേക്ക് നയിച്ച 1967 6 ദിവസത്തെ യുദ്ധം ഉൾപ്പെടെയുള്ള പല യുദ്ധങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഗോലാൻ കുന്നുകൾ ഇന്നും ഇസ്രായേൽ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. അതെ, ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ ആ രീതിയിൽ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തു. ഒക്ടോബർ 7 അധിനിവേശത്തിന് ഇറാൻ പണം നൽകി, അതിൻ്റെ രേഖകൾ ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഗാസ അധിനിവേശത്തിൽ ഇസ്രായേലിനെ ഉപദ്രവിച്ച ഈ വിദേശ ഇടപെടൽ, അതായത് ഇറാൻ്റെ ഇടപെടൽ, അത് ഞങ്ങൾ രഹസ്യാന്വേഷണ ഏജൻസികൾ വിശകലനം ചെയ്യുന്നുണ്ട്. IDFന്റെ ഇന്റലിജൻസ് കാറ്റലോഗ് യൂണിറ്റ് ആണ് ഇത് വിശകലനം ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ പരോക്ഷമായും പ്രത്യക്ഷമായും ഇവർക്ക് പണം നൽകി. അതുകൊണ്ടാണ് ഹമാസ് ഇത്രയും നാൾ പിടിച്ചിരുന്നത്. ഇപ്പോഴും ഹമാസ് റോക്കറ്റുകൾ ലോഞ്ച് ചെയ്യാൻ മാത്രം കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അതിന് ഇറാന്റെ സാമ്പത്തിക സഹായമുണ്ട്. അതുകൊണ്ട് ഇറാനെ ഞങ്ങൾ ആക്രമിക്കും, അതല്ലെങ്കിൽ അണുവായുധം ഞങ്ങൾ നിർമ്മിക്കുന്നില്ല, ആണവ നശീകരണമൊക്കെ നടത്തി എന്നുള്ള രീതിയിൽ ഇറാൻ വന്ന് മാപ്പ് പറയണം. ഇനി ഹമാസിൽ അവശേഷിക്കുന്ന ആളുകളുണ്ടല്ലോ, ഇത്രയും നാൾ ഹ്യൂമൻ ഷീൽഡ് എന്ന രീതിയിൽ പലസ്തീൻകാരെ പൊതിഞ്ഞു വെച്ചിരുന്നു. പക്ഷേ പലസ്തീൻകാർക്ക് അവർക്ക് എതിരായി. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ രാജ്യം വിട്ടുപോകാം. രാജ്യം വിട്ടുപോകുകയാണെങ്കിൽ ഇവർക്ക് ഈജിപ്തിലോട്ടോ അല്ലെ ജോർദാൻ വഴി മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരും. അങ്ങനെ ഒരു ഒത്തുതീർപ്പിന് ഇസ്രായേൽ തയ്യാറാണ്. പക്ഷേ ഞങ്ങളോട് മാപ്പ് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യോ, അത് ഹമാസിന്റെ കീഴടങ്ങല. അങ്ങനെ ഹമാസ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഹിസ്ബുള്ള ഏതാണ്ട് തീർന്നു, ഹൂത്തികളാണ് അവശേഷിക്കുന്നത്. അവർ അമേരിക്കയുമായിട്ട് ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുന്നു. അതുകൊണ്ടാണ് അമേരിക്ക യുദ്ധക്കപ്പലുകൾ ഉൾപ്പെടെ ചെങ്കടലിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ നിന്ന് ഹൂത്തികളെ ആക്രമിക്കുന്നു. എന്നിട്ട് പറയുന്നു ഹൂത്തികളെ ഞങ്ങൾ നിശേഷം തീർക്കും. ഈ ഹൂത്തികളാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോക രാജ്യങ്ങളുടെ ചരക്ക് ഗതാഗതത്തെ തടസ്സപ്പെടുന്നത്. അപ്പോൾ ചെങ്കടൽ വഴിയുള്ള ലോക കപ്പൽ ഗതാഗതത്തിന്റെ 12% തടസ്സപ്പെടുത്തിയത് ഈ പറയുന്ന ഹൂത്തികളാണ്. ഇനി അവരെ വേണ്ട, അവരെ ഞങ്ങൾ നിശേഷം തീർത്ത് കളയും. അപ്പം ഹൂത്തികളെ തീർക്കുന്നു, ഹിസ്ബുള്ളയെ തീർക്കുന്നു. ഇനി അവശേഷിക്കുന്ന ഹമാസ് ആണ്. ആ ഹമാസിന്റെ വേരിറക്കുന്നതോടുകൂടി
ഈ പറയുന്ന ഗാസ മേഖലയിൽ സ്വാതന്ത്ര്യം വരും. അപ്പോൾ പലസ്തീൻകാർക്ക് സ്വതന്ത്രമായിട്ട് നിൽക്കാം. മാത്രമല്ല ഇവയുടെ പൂർണ്ണ നിയന്ത്രണം ഇനി ഇസ്രായേലിൻ്റെ കയ്യിലേക്ക് വരും. അമേരിക്ക ഇത് നിർമ്മിക്കും. അപ്പം ഈ പറയുന്ന വൈറ്റ് ഹൗസിൽ വെച്ച് ഡൊണാൾഡ് ട്രംപും ഈ പറയുന്ന നെതന്യാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ നിർണായകമായ ചില തീരുമാനങ്ങൾ എടുത്തു. ഈ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ പലസ്തീൻ സിവിലിയൻസിനെ വെച്ച് ഇനി കളിക്കാൻ അവർ അനുവദിക്കില്ല. അപ്പം ഹമാസുകാർ ഒന്നുകിൽ രാജ്യം വിട്ടുപോകണം. അപ്പം ഞങ്ങൾ മാപ്പ് നൽകാമെന്നാണ് പറഞ്ഞത്. അതിനപ്പുറത്തേക്കുള്ള ഒരു കരാറിനും ഞങ്ങളില്ല. ഇനി അത് സമ്മതിച്ചില്ലെങ്കിൽ ദീർഘദൂര മിസൈലുകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് ഞങ്ങൾ ആക്രമണം നടത്തും. അപ്പം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഹമാസ് രാജ്യം വിട്ടു പോകുമായിരിക്കും, പേടിച്ച് ഇവിടുന്ന് പോകുമായിരിക്കും എന്നൊക്കെയാണ്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ അല്ലേ, സമാധാനം കൈവരട്ടെ. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.